നമസ്കാരം. അക്കൗണ്ടിംഗ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന VSG's അക്കൗണ്ടിംഗ് സിംപ്ലിഫൈഡ് എന്ന് പറയുന്ന ചാനലിലേക്ക് സ്വാഗതം. 27ാമത്തെ സെഷനായ ഇന്ന് ബാങ്ക് റെക്കൺസിലിയേഷനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ റെക്കൺസിലിയേഷൻ എന്ന് പറയുന്ന വാക്കിന് ശരിക്കുമുള്ള മലയാളം എന്ന് പറയുന്നത് പൊരുത്തപ്പെടൽ എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ വാക്കിന് അർത്ഥം വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ മനസ്സിലാകാം. ഇപ്പോൾ സാധാരണ ഒരു ബിസിനസ് ഫേം ക്യാഷ് ഡീലിങ്സ് നേരിട്ട് നടത്തും, ബാങ്ക് വഴിയും നടത്താറുണ്ട്. ഈ ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യും. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബാങ്ക് വഴി ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ ഈ ഫേമിന് അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷന് ഒരു അക്കൗണ്ട് ഉണ്ടാവണം. ബാങ്കിൽ ഒരു അക്കൗണ്ട് ഹോൾഡർക്ക് മാത്രമേ ബാങ്ക് വഴി ട്രാൻസാക്ഷൻസ് നടത്താൻ കഴിയുള്ളൂ എന്നുള്ള അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ ബിസിനസ് ബാങ്കിൽ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ടാണ്. അപ്പോൾ ഈ കറണ്ട് അക്കൗണ്ടിൻ്റെ പ്രത്യേകതയെക്കുറിച്ചൊക്കെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമ്മൾ സാധാരണ അതായത് ഫേം അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് ബുക്കിൽ ഒരു കോളവും കൂടെ, അതായത് ഒരു ബാങ്ക് കോളവും കൂടെ പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ക്യാഷ് ബിസിനസ് വഴി കൊടുക്കുന്നത് അല്ലെങ്കിൽ വാങ്ങുന്നതോ ക്യാഷ് കോളത്തിലും, അതുപോലെ ബാങ്ക് വഴിയുള്ള ട്രാൻസാക്ഷന് ബാങ്ക് കോളത്തിലുമാണ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഓരോ ഫേമിനും ഓരോ അക്കൗണ്ട് ബാങ്ക് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ എൻട്രി ചെയ്തിട്ട് ബാങ്ക് പീരിയോഡിക്കലായിട്ട് ബാങ്കിൻ്റെ ലെഡ്ജറിൻ്റെ ഒരു കോപ്പി ഈ പറയുന്ന കസ്റ്റമറായ ഈ ഫേമിന് കൊടുക്കും. അപ്പോൾ അങ്ങനെ ആ കൊടുക്കുന്ന കോപ്പിയെ നമ്മൾ പാസ്ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കും. ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളവുമായിട്ട് ടാലി ആവണം. എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുപോലെ വരണം. അപ്പോൾ ഇങ്ങനെ ബാങ്ക് നടന്ന അല്ലെങ്കിൽ ബാങ്ക് വഴി നടന്ന ട്രാൻസാക്ഷൻ്റെ പകർപ്പാണ് ഈ പറഞ്ഞ പോലെ പാസ്ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഈ ട്രാൻസാക്ഷൻസ് രണ്ട് ബുക്കിലും സൈമൾട്ടേനിയസ് ആയിട്ട് എൻറ്റർ ആവണം എന്നുള്ളത് കൊണ്ട് ഈ ക്യാഷ് ബുക്കും പാസ്ബുക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാലി ആവണം, ഒരുപോലെ വരണം. അപ്പോൾ ഇങ്ങനെ ഏത് ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് കോളം അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡ് ബാങ്ക് കോളവും ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡും അല്ലെങ്കിൽ ബാങ്കിലെ ക്രെഡിറ്റ് സൈഡും ആയിട്ടാണ് ആ സ്റ്റേറ്റ്മെൻറ്റുമായിട്ടാണ് ടാലി ആകേണ്ടത്. എന്ന് പറഞ്ഞാൽ ഫേവറബിൾ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് ബാലൻസും ബാങ്ക് നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസുമാണ് ഫേവറബിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ രണ്ട് ബാലൻസുകളും എടുക്കുമ്പോൾ എപ്പോഴും ടാലി ആവണം, ഒരുപോലെ ഇരിക്കണം. ഇല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കും. ഇപ്പോൾ ബാങ്കിൽ നമ്മൾ ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്യാഷ് ബുക്കിൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അത് ബാങ്ക് കോളത്തിൽ ഡെബിറ്റ് ചെയ്യും. അതേസമയം ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യും. നേരെ തിരിച്ച് പൈസ എമൗണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളത്തിൽ ക്രെഡിറ്റ് ചെയ്യും. ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ അത് ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. എന്നാൽ ഈ ചില ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും അല്ലെങ്കിൽ നമ്മുടെ ബുക്കും പാസ്ബുക്കും തമ്മിൽ ടാലി ആകാൻ സാധ്യത കുറവായിരിക്കാം, അല്ലെങ്കിൽ ടാലി ആകാറില്ല. അപ്പോൾ ചില ട്രാൻസാക്ഷൻസ് നമ്മുടെ ബുക്കിലുണ്ടാവാം, എൻട്രി ചെയ്തിട്ടുണ്ടാവാം, എമൗണ്ട് എൻട്രി ചെയ്തിട്ടുണ്ടാവാം. അത് ചിലപ്പോൾ ബാങ്ക് പാസ്ബുക്കിൽ കാണില്ല. ഇതൊക്കെ ഈ
സംഭവിക്കുന്നത് ചിലപ്പോൾ ഡേറ്റിൽ വരുന്ന വ്യത്യാസം. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത് ബാങ്ക് വേറൊരു ഡേറ്റിലായിരിക്കാം എൻ്റർ ചെയ്തത്. അതല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ട് 5000 രൂപ എന്നുള്ളത് പറയുക അണ്ടർ സൈറ്റ് വഴിയിട്ട് 500 രൂപയായിട്ട് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വ്യത്യാസം ഐഡൻറ്റിഫൈ ചെയ്ത് 2 ബുക്കിലെയും ബാലൻസ് റിക്കൻസൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാങ്ക് റിക്കൻസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ശരിക്കും പഠിക്കുന്ന കുട്ടികൾക്ക്, +1 +2 കോമേഴ്സ് എടുത്ത് പഠിക്കുന്ന അല്ലെങ്കിൽ അക്കൗണ്ടിങ് പഠിക്കുന്ന കുട്ടികൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ലെങ്കിൽ ഈ വരുന്ന ഒരു പോർഷൻ ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള റെമഡി എന്നുള്ളത് വേറെ ഒന്നുമില്ല. മനസ്സിലാക്കി അപ്രോച്ച് ചെയ്താൽ, ഏത് വിഷയവും മനസ്സിലാക്കി അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അത് സിമ്പിളായി മാറും. ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞതുപോലെ. അപ്പോൾ ഇങ്ങനെ പാസ്ബുക്കിലും നമ്മുടെ ക്യാഷ് ബുക്കിലും അല്ലെങ്കിൽ ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളത്തിലും വരുന്ന വ്യത്യാസം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം എന്നൊന്ന് പറഞ്ഞു പോവുകയാണ്. അതായത് കോസസ് ഫോർ ഡിഫറൻസസ്. അതിൽ ഒന്നാമത്തത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് എറ്റ് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് ഇൻ ദ ബാങ്ക്. നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ക്യാഷ് കൊടുക്കുന്നതിന് പകരം ചെക്ക് ഇഷ്യൂ ചെയ്യുകയാണ്. നമ്മുടെ ബാങ്കിൽ അക്കൗണ്ടുള്ള ആ ബാങ്കിലെ ചെക്കാണ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ചെക്ക് പൈസയ്ക്ക് പകരം ഇഷ്യൂ ചെയ്യുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ ക്രെഡിറ്റേഴ്സിനാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് കടത്തിന് ഗുഡ്സ് അല്ലെങ്കിൽ പ്രോഡക്ട്സ് സപ്ലൈ ചെയ്ത ആളിനാണ് നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ക്യാഷ് കൊടുക്കുന്നതിന് പകരം ചെക്ക് കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടുള്ള ബാങ്കിൽ പ്രസൻറ്റ് ചെയ്ത് ക്യാഷാക്കി മാറ്റി അവർ അക്കൗണ്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ സ്വാഭാവികമായിട്ടും ആ എമൗണ്ട് കുറയും. അപ്പോൾ നമ്മൾ അപ്പം തന്നെ ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളത്തിൽ ക്രെഡിറ്റ് ചെയ്യണം. കാരണം ചെക്ക് പൈസ കൊടുത്തതിന് തുല്യമായതുകൊണ്ട് നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളത്തിൽ ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ചെക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ ഒരു ഡെബിറ്റും കൊടുക്കണം. ഇത് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് നടന്നാൽ മാത്രമേ വ്യത്യാസമില്ലാതെ പോവുകയുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തു, അപ്പോൾ തന്നെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. എന്നാൽ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യാത്തിടത്തോളം കാലം ബാങ്ക് നമ്മുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞും ബാങ്ക് ബാലൻസ് കൂടിയും ഇരിക്കും. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോലെ ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ വ്യത്യാസം വരാം. ഇനി രണ്ടാമത്തെ കേസ്, ചെക്ക് പെയ്ഡ് ഇൻ ടു ദ ബാങ്ക് ഫോർ കളക്ഷൻ ബട്ട് നോട്ട് യെറ്റ് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്. നേരത്തെ നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു ചെക്ക് കിട്ടുകയാണ്. എന്ന് പറഞ്ഞാൽ ഡെറ്റേഴ്സിൽ നിന്ന് നമുക്ക് തരാനുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ കടം കൊടുത്ത ആൾക്കാർ നമുക്ക് ക്യാഷ് തരുന്നതിന് പകരം ചെക്ക് തരുമ്പോൾ നമ്മൾ ആ ചെക്ക് ബാങ്ക് വഴി മാത്രമേ മാറ്റാൻ കഴിയുള്ളൂ, അക്കൗണ്ട് വഴി മാത്രമേ മാറ്റാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ആ ചെക്ക് പെയ്ഡ് ഇൻ ടു ദ ബാങ്ക് നമ്മൾ കൊടുത്തു, ഫോർ കളക്ഷന് കൊടുത്തു. പക്ഷേ ബാങ്ക് ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തില്ല. ക്രെഡിറ്റ് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരില്ല. അപ്പോൾ ബാങ്ക് ബാലൻസ് കൂടില്ല. എന്നാൽ നമ്മൾ ചെക്ക് പ്രസൻറ്റ് ചെയ്തതുകൊണ്ട് നമ്മുടെ ക്യാഷ് ബുക്കിൽ ബാങ്ക് കോളം ഡെബിറ്റ് ചെയ്യും. കാരണം ഡെപ്പോസിറ്റ് ചെയ്തതിന് തുല്യമാണ്. അപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, ബാങ്ക് ക്രെഡിറ്റ് ചെയ്യണം. പക്ഷേ ക്രെഡിറ്റ് ചെയ്ത് വന്നില്ലാത്തത് കൊണ്ട് നമ്മുടെ ബാങ്ക് കോളത്തിലെ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടും. എന്നാൽ അതിനാനുപാതികമായിട്ട് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്കിൽ അക്കൗണ്ടിലെ ബാലൻസ് വ്യത്യാസം വരില്ല. ഇങ്ങനെ പാസ്ബുക്കും ക്യാഷ് ബുക്കും തമ്മിൽ വ്യത്യാസം വരാം. മൂന്നാമത്തെ സാഹചര്യം, ചെക്ക് പെയ്ഡ് ഇൻ ടു ദ ബാങ്ക് ഫോർ കളക്ഷൻ ബട്ട് ഡിസോണർഡ് ബൈ ബാങ്ക്. എന്താണ് ഡിസോണറിങ്? അത് ചെക്കിനെ കുറിച്ചാണ്. ഡിസോണറിങ് പല ഭാഗത്തും കേൾക്കാം.
എന്തായാലും സമയത്ത് പേയ്മെൻറ്റ് കിട്ടാതെയോ കൊടുക്കാതെയോ വരുന്ന സമയത്താണ് ഡിസോണറിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെ, ചെക്ക് നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തു കളക്ഷന് വേണ്ടിയിട്ട്. ഇപ്പോൾ കളക്ഷന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് കളക്ഷൻ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്ക് ഒരു കസ്റ്റമർ ആണല്ലോ ഈ ചെക്ക് തന്നത്, പൈസ തരുന്നതിന് പകരം ചെക്ക് തന്നു, നമ്മൾ അക്കൗണ്ടിൽ കൊടുത്തിട്ട് കളക്ഷന് കൊടുക്കാൻ ഏൽപ്പിച്ചാൽ ആ ബാങ്ക് കസ്റ്റമറുടെ അക്കൗണ്ടുള്ള ബാങ്കിൽ ഈ ചെക്ക് അയച്ച് പൈസ കളക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇതാണ് കളക്ഷൻ. ഇവിടെ ചെക്ക് നമുക്ക് കിട്ടി, കസ്റ്റമറിൽ നിന്ന് കിട്ടി, അതപ്പോൾ തന്നെ ബാങ്കിന് കളക്ഷനും കൊടുത്തു. കളക്ഷന് കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്തതുപോലെ ആയതുകൊണ്ട് ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളത്തിൽ ഡെബിറ്റ് ചെയ്യും. എന്നാൽ ഈ ചെക്ക് ഡിസോണർ ആയതുകൊണ്ട്, അതായത് അവിടെ നിന്ന് പേയ്മെൻറ്റ് കിട്ടിയില്ല, ബാങ്ക് എന്ത് ചെയ്യില്ല, നമ്മുടെ അക്കൗണ്ടിൽ ഒരു ക്രെഡിറ്റ് തരില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടിയും പാസ്ബുക്ക് അല്ലെങ്കിൽ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരാത്തത് കൊണ്ട് അവിടെ കുറഞ്ഞ ബാലൻസും കാണിക്കും. അപ്പോൾ ഇങ്ങനെയും ഈ പറഞ്ഞ പോലെ ക്യാഷ് ബുക്കും പാസ്ബുക്കും വ്യത്യാസം വരാം. നാലാമത്തെ കേസ് വരുന്നത് ബാങ്ക് ചാർജസ് ആൻഡ് കമ്മീഷൻ ചാർജ്ഡ് ബൈ ദ ബാങ്ക്. നമ്മുടെ ഒരു എന്തെങ്കിലും ചാർജ്, സാധാരണ ബാങ്ക് ചെയ്യുന്ന സാധാരണ അല്ലാത്ത ചില സേവനങ്ങൾക്ക് ചാർജസ് ഈടാക്കാറുണ്ട്. പിന്നെ ഏതെങ്കിലും DD ഒക്കെ എടുക്കുമ്പോൾ ചില കമ്മീഷൻ ഈടാക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന സർവീസ് ആയതുകൊണ്ട് ചില ചാർജസ് ഈ പറഞ്ഞ പോലെ അവർ നമ്മുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും സാധാരണ. അപ്പോൾ ഇങ്ങനെ സേവനം എടുക്കുമ്പോൾ ബാങ്ക് ഡെബിറ്റ് ചെയ്ത എമൗണ്ട് നമ്മൾ അറിയാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ഒരു ക്രെഡിറ്റ് വരാതിരിക്കും, അതായത് നമ്മുടെ ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് വരാതിരിക്കും. അങ്ങനെ വരുമ്പോഴും ഈ പറഞ്ഞ പോലെ ബാങ്ക് ബാലൻസ് കുറയുകയും നമ്മുടെ ക്യാഷ് ബുക്കിൽ അത് അറിയാത്തത് കൊണ്ട് കൂടിയിരിക്കുകയും ചെയ്യും. ഇങ്ങനെയും ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ ഡിഫറൻസ് വരാം. അപ്പോൾ ഇതെങ്ങനെയാണ് റിക്കൺസൈൽ ചെയ്യുക എന്നുള്ളത് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ വരാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. ഇനി വീണ്ടും അഞ്ചാമത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബൈ കസ്റ്റമേഴ്സ് ഇൻ ടു ബാങ്ക്. കസ്റ്റമർ നമ്മുടെ നേരിട്ട് പൈസ തരുന്നതിന് പകരം നമ്മുടെ അക്കൗണ്ടിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ നമ്മൾ അറിയുന്നില്ല എങ്കിൽ, ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കണിശമായിട്ടും ബാങ്ക് അത് ക്രെഡിറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടതാണ്, നമ്മൾ അറിഞ്ഞില്ല, കസ്റ്റമർ പിന്നീടേ പറയുള്ളായിരിക്കാം, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ അറിയുള്ളൂ, അപ്പോൾ മാത്രമേ നമ്മൾ ഡെബിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ ക്രെഡിറ്റ് വന്നു എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ബാലൻസ് കൂടി. ഇവിടെ നമ്മൾ ഡെബിറ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിൽ പൈസ അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടിയില്ല. ഇങ്ങനെ ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ വ്യത്യാസം വരാം. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ ആണ് ഈ പറഞ്ഞ പോലെ റെക്കൺസിലിയേഷന് ഉതകുന്ന അല്ലെങ്കിൽ റെക്കൺസിലിയേഷന് കാരണമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇനി ഇതെങ്ങനെ പരിഹരിക്കാം? ഒരു റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ +1 +2 കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു ബാലൻസ് തന്നിട്ട് അതിനെ റെക്കൺസിൽ ചെയ്യാനായിരിക്കും. അതായത് ഒന്നുകിൽ ബാങ്ക് പാസ്ബുക്കിൻ്റെ ബാലൻസ് തരും, അതല്ലെങ്കിൽ ക്യാഷ് ബുക്ക് ബാലൻസ് തരും. അത് തന്നാലേ നമുക്ക് റെക്കൺസിലിയേഷൻ നടത്താൻ പറ്റൂ. ഇപ്പോൾ ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് ബാലൻസ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾ റിക്കൺസൈൽ ചെയ്തിട്ട് ഏതുമായിട്ട് ടാലി ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് ബാങ്ക് പാസ്ബുക്കുമായിട്ടായിരിക്കും ടാലി ചെയ്യേണ്ടത്. അപ്പോൾ ഈ എമൗണ്ടിൽ എന്തൊക്കെ, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസിനോട് എന്തൊക്കെ ആഡ് ചെയ്യണം, എന്തൊക്കെ ലെസ് ചെയ്യണം എന്ന് ആ ഫോമാറ്റ് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കിപ്പോവാം. അപ്പോൾ ഫോമാറ്റിലേക്ക് പോകുമ്പോൾ ആദ്യം ഹെഡിങ് കൊടുക്കേണ്ടത് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഓൺ എന്ന് പറഞ്ഞിട്ടായിരിക്കും. സാധാരണ മാസാവസാനം അല്ലെങ്കിൽ വർഷാവസാനം 6 മാസത്തിലൊരിക്കൽ 3 മാസത്തിലൊരിക്കൽ എല്ലാം ഇത് റിക്കൺസൈൽ ചെയ്ത് പോകുന്നതാണ് ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. കാരണം ബാങ്കിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകൾ ക്യാഷ് പോകാൻ അല്ലെങ്കിൽ നഷ്ടപ്പെടാനോ
അക്കൗണ്ടിങ്ങിൽ നമുക്ക് വലിയ വലിയ വ്യത്യാസങ്ങൾ വരുത്താനും ഒക്കെ കാരണമാകും. അതുകൊണ്ട് ഈ റെക്കൺസിലേഷൻ നടത്തി തന്നെയാണ് പോകേണ്ടത്. അപ്പോൾ എന്നാണ് റെക്കൺസിലേഷൻ നടത്തുന്നത് ഓൺ ആ ഡേറ്റ് ആണ് ഹെഡിങ്ങിൽ കൊടുക്കേണ്ടത്. ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഓൺ എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് ഞാൻ നേരത്തെ പറയും പോലെ 3 പാർട്ടായിട്ട് ആ കോളം ഉണ്ടാക്കാം. അതായത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം, അതിനെ 3 പാർട്ടാക്കാം. ഒന്ന് പർട്ടിക്കുലേഴ്സ്, രണ്ടാമത്തത് ഫിഗർ, അതായത് ആഡ് ചെയ്യുന്ന ഫിഗർ രണ്ടാമത്തെ കോളം, മൂന്നാമത്തെ കോളം ലെസ് ചെയ്യുന്ന ഫിഗർ. അപ്പോൾ എമൗണ്ട് ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്ലസ് ഐറ്റംസും ലെസ് ഐറ്റംസും ഡിഡക്റ്റ് ചെയ്യുന്ന ഐറ്റംസും ആണ് ഈ 2 കോളം. അങ്ങനെ ആകെ 3 കോളം. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമുക്ക് ആദ്യം എന്താണോ തന്നിരിക്കുന്നത്, അതായത് ഡെബിറ്റ് ബാലൻസ് ഓഫ് ദി ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കാണ്, അതായത് ഫേവറബിൾ. എപ്പോഴും ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും ഫേവറബിൾ എന്ന് പറയുന്നത് ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് ബാലൻസ് തന്നെയാണ്. ബാങ്ക് കോളത്തിൻ്റെ ബാലൻസ് ഡെബിറ്റ് സൈഡ് കൂടിയിരിക്കാം. അപ്പോൾ ഇവിടെ ഡെബിറ്റ് ബാലൻസ് ഓഫ് അല്ലെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കാണ് തന്നിരിക്കുന്നതെങ്കിൽ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ആദ്യം പറയാം. ഒന്ന്, ചെക്ക് ഇഷ്യൂഡ് ഓർ ഡ്രോൺ ബട്ട് നോട്ട് യെറ്റ് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ചെക്ക് ഇഷ്യൂ ചെയ്തു. ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മളവിടെ നമ്മുടെ ബാലൻസ് കുറഞ്ഞു കാണും. പ്രസൻറ്റ് ചെയ്യാത്തതുകൊണ്ട് ബാങ്കിൻ്റെ ബാലൻസ് കുറയില്ല, കൂടി തന്നെ കാണും. അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്താൽ, അതായത് പാസ്ബുക്കും ക്യാഷ് ബുക്കുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞാണ് ഇരിക്കുന്നത് കൊണ്ട് ആഡ് ചെയ്താൽ മതിയാവും. രണ്ടാമത്തത്, ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ബാങ്ക് ബട്ട് നോട്ട് റെക്കോർഡഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. ബാങ്ക് ഇൻട്രസ്റ്റ് നമുക്ക് തന്നു, നമുക്ക് കിട്ടേണ്ട ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ബാലൻസ് കൂടി. ഇവിടെ ക്യാഷ് ബുക്കിൽ അത് എൻട്രി ചെയ്യാത്തത് കൊണ്ട് കൂടിയില്ല, ഇവിടെ ആഡ് ചെയ്ത് കാണിച്ചാൽ മതി. നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സ് ഡയറക്ട്ലി ഡെപ്പോസിറ്റഡ് ഇൻ ടു ദ ബാങ്ക് അക്കൗണ്ട്. നമുക്ക് കിട്ടേണ്ട പൈസ നേരിട്ട് കസ്റ്റമർ ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ അവിടെ ബാലൻസ് കൂടും. നമ്മൾ അറിയാത്തത് കൊണ്ട് ഇവിടെ കൂട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ ക്യാഷ് ബുക്കിൽ ആഡ് ചെയ്താൽ മതി. ദെൻ ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് ബട്ട് ഒമിറ്റഡ് ടു എൻ്റർ ഇൻ ദ ക്യാഷ് ബുക്ക്. ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക്, അതായത് കിട്ടിയ ചെക്ക്, പേയ്മെൻറ്റിന് നമുക്ക് കിട്ടേണ്ട പൈസ കിട്ടിയപ്പോൾ ആ ചെക്ക് നമ്മൾ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തു. പക്ഷേ നമ്മൾ ക്യാഷ് ബുക്കിൽ എഴുതാൻ വിട്ടുപോയി. പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടിയിട്ടുണ്ടാവും, ഇവിടെ കൂടാത്തത് കൊണ്ട് അതും ആഡ് ചെയ്യാം. ഇതുപോലെ എന്തെങ്കിലും എനി റോങ് ക്രെഡിറ്റ് ഗിവൺ ബൈ ദ ബാങ്ക് ഇൻ ദ പാസ്ബുക്ക് നമുക്ക് ക്യാഷ് ബുക്കിൽ അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് ബാലൻസിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയാണ് ആഡ് ചെയ്യേണ്ട ഐറ്റംസ് അല്ലെങ്കിൽ പ്ലസ് ആക്കേണ്ട ഐറ്റംസ്. ഇനി ഡിഡക്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മൈനസ് ചെയ്യേണ്ട ഐറ്റംസും കൂടെ പറഞ്ഞു പോകാം. ഒന്നാമത്, ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് ഫോർ കളക്ഷൻ ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ് ബൈ ബാങ്ക്. അല്ലേ, കളക്ഷൻ നമ്മൾ ബാങ്കിൽ ചെക്ക് കൊടുത്തു, പക്ഷേ ബാങ്ക് അത് ഇതുവരെ കളക്ട് ചെയ്തില്ല. കൊടുക്കുമ്പോൾ തന്നെ നമ്മളത് ഡെബിറ്റ് ചെയ്യും. ബാങ്ക് ക്രെഡിറ്റ് എടുത്തോളം കാലം ബാങ്ക് ബാലൻസ് കുറഞ്ഞിരിക്കും. അപ്പോൾ ഇവിടെ ബാലൻസ് ടാലിയാക്കാൻ വേണ്ടിയിട്ട് മൈനസ് ചെയ്യണം. രണ്ടാമത്, ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് ഫോർ കളക്ഷൻ ബട്ട് ഡിസോണർ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കളക്ഷന് കൊടുത്തു, പക്ഷേ ഡിസോണർ ആയാൽ അവിടെ ബാങ്കിലൊരു ക്രെഡിറ്റ് വരില്ല. പക്ഷെ നമ്മളിവിടെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവാം. ആ ഡെബിറ്റ് കുറയണമെങ്കിൽ മൈനസ് ചെയ്ത് കാണിക്കണം. മൂന്നാമത്, ബാങ്ക് ചാർജസ് ആൻഡ് കമ്മീഷൻ ചാർജ്ഡ് ബൈ ബാങ്ക്. അത് നേരത്തെ പറഞ്ഞതുപോലെയാണ്. ബാങ്ക് ഡെബിറ്റ് ചെയ്യും, നമ്മൾ ക്രെഡിറ്റ് ചെയ്യാതിരിക്കുമ്പോൾ അത് കൂടിയിരിക്കും. നമുക്കിവിടെ ബാങ്ക് ക്യാഷ് ബുക്ക് ബാലൻസിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടി വരും, കുറയ്ക്കേണ്ടി വരും. ദെൻ ചെക്ക് ഇഷ്യൂഡ് ബട്ട് ഒമിറ്റഡ് ടു ബി റെക്കോർഡഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. ചെക്ക് ഇഷ്യൂഡ് അത് നേരത്തെ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ചെക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ കൊടുക്കുമ്പോൾ നമ്മളുടെ ബാലൻസ് ക്യാഷ് ബുക്ക് ബാലൻസ് കുറയും. പക്ഷേ അവിടെ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യാത്തിടത്തോളം കാലം അല്ലെങ്കിൽ അങ്ങനെ
പ്രസൻറ്റ് ചെയ്യാത്തതല്ല, നമ്മൾ ചെക്ക് ഇഷ്യൂഡ് ബട്ട് ഒമിറ്റഡ് ടു ബി റെക്കോർഡാണ്. നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തു, അത് ബാങ്കിൽ പോയി, അപ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്ക് ബാലൻസ് അവിടെ കുറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ ഒമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്യാൻ വിട്ടുപോയി, അപ്പോൾ നമ്മുടെ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടിയിരിക്കും. അപ്പോൾ ലെസ് ചെയ്യേണ്ടതാണ്, കുറച്ചാൽ മാത്രമേ റെക്കൻസിൽ ആവുള്ളൂ. അവസാനം ഇനി റോങ് ഡെബിറ്റ് ഗിവൺ ബൈ ബാങ്ക് ഇൻ ദ ഈ പറഞ്ഞ പോലെ പാസ്ബുക്ക്. എന്തെങ്കിലും പാസ്ബുക്കിൽ റോങ് ആയിട്ട് ബാങ്ക് ഡെബിറ്റ് ചെയ്തിരുന്നാലും നമ്മൾ അതിനോട് ടാലിയാക്കണമെങ്കിൽ അല്ലെങ്കിൽ റെക്കൻസൈൽ ചെയ്യണമെങ്കിൽ നമ്മളെ ക്യാഷ് ബുക്ക് ബാലൻസിൽ നിന്ന് മൈനസ് ചെയ്യണം. ഇങ്ങനെ അവസാനം കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നതാണ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. കാരണം നമ്മൾ തുടങ്ങിയത് ക്യാഷ് ബുക്ക് ബാലൻസ് വച്ചിട്ടാണ് എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ അവസാനത്തെ ഫിഗർ എന്ന് പറയുന്നത് പാസ്ബുക്ക് ബാലൻസാണ്. ഇങ്ങനെയാണ് ഒരു ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സാധാരണ ഒരു ജനറൽ നോളജിന് ബാങ്ക് പാസ്ബുക്കും ഈ പറഞ്ഞ പോലെ ബിസിനസ്സുകാരാണെങ്കിൽ ക്യാഷ് ബുക്ക് ബാലൻസും കറക്റ്റായി പോകുന്നത്, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതി. അത് ബിസിനസ്സിൽ അവലംബിക്കേണ്ടതും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ അല്പ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാമെങ്കിലും മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്താൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വിഷയമാണ് ഇന്ന് ഞാൻ അവതരിപ്പിച്ചത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതാണ്. താങ്ക് യു.